ദൈവത്തിന്റെ അനുഗ്രഹവും പ്രകൃതിയുടെ ഐശ്വര്യവും തുളുമ്പുന്ന നമ്മുടെ കുളത്തുപുഴയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഫോറസ്റ്റ് മ്യൂസിയം ഉള്ളത്. വീഡിയോയുടെ തുടക്കം തന്നെ ഒരു കാര്യം പറയട്ടെ. ചിലപ്പോൾ എല്ലാവർക്കും ഈ ഒരു സ്ഥലം ഇഷ്ടപ്പെടണമെന്നില്ല. ഇതൊരു പ്രത്യേക സ്ഥലമാണ്. പക്ഷേ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കാണേണ്ട സ്ഥലം കൂടിയാണ്. ഇവിടെ ടിക്കറ്റ് നിരക്ക് വരുന്നത് കുട്ടികൾക്ക് 25 രൂപയും മുതിർന്നവർക്ക് 50 രൂപയാണ് വരുന്നത്. പ്രകൃതി ഇഷ്ടപ്പെടുന്നവർക്കും പച്ചപ്പ് ഇഷ്ടപ്പെടുന്നവർക്കും വനം ഇഷ്ടപ്പെടുന്നവർക്കും ഉറപ്പായിട്ടും വിസിറ്റ് ചെയ്യേണ്ട സ്ഥലം കൂടിയാണ് കുളത്തുപുഴയിലെ ഈ ഫോറസ്റ്റ് മ്യൂസിയം. കാടിനെക്കുറിച്ചും കാട്ടിൽ പണ്ട് ജീവിച്ചിരുന്ന മനുഷ്യരെക്കുറിച്ചും കാട്ടുമൃഗങ്ങളെക്കുറിച്ചും കാട്ടുചെടികളെക്കുറിച്ചും വലിയൊരു പഠനം നൽകുന്ന സ്ഥലം കൂടിയാണ് ഇവിടം. നമ്മൾ ഇപ്പോൾ കാണുന്നത് കാട്ടിലെ മരങ്ങളുടെ വിവരങ്ങളാണ്. കാട്ടിലെ മരങ്ങളുടെ തടികളുടെ നിറവ്യത്യാസം, അവയുടെ കാലപ്പഴക്കം, അവയുടെ എല്ലാ പൂർണ്ണ വിവരങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരുപാട് അറിവുകൾ ഇവിടെ നിന്ന് നമുക്ക് നേടാനാകും. മ്യൂസിയത്തിന് ചുറ്റും വളരെ ശാന്തമായ അന്തരീക്ഷം, ശുദ്ധവായു. മാത്രവുമല്ല, തികച്ചും ആധുനിക രീതിയിലാണ് മ്യൂസിയത്തിന്റെ നിർമ്മാണം. മ്യൂസിയത്തിന്റെ ഓരോ കോണിലും കൗതുകം നിറഞ്ഞ കാഴ്ചകളാണ്. അതുപോലെ തന്നെ ഒരുപാട് അറിവുകൾ ഒളിഞ്ഞിരിക്കുന്ന സ്ഥലം കൂടിയാണ് ഇത്. നമുക്ക് എളുപ്പത്തിൽ കാടിനെപ്പറ്റി പഠിക്കാനുള്ള സാഹചര്യത്തിലാണ് ഇവിടെ ഓരോ നിർമ്മിതിയും ചെയ്തിരിക്കുന്നത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കാട്ടിലെ മക്കൾ വേട്ടയ്ക്ക് വേണ്ടി ഉപയോഗിച്ച ആയുധങ്ങളുടെ വലിയ ശേഖരം നമുക്കിവിടെ കാണാൻ സാധിക്കും. കാട്ടിലെ കാണാ കാഴ്ചകൾ നമുക്ക് മുന്നിൽ വളരെ മനോഹരമായിട്ടാണ് ഒരുക്കിയിരിക്കുന്നത്. കാടിനുള്ളിൽ എത്തിയ പോലെ ഒരു അനുഭവം തീർച്ചയായും നമുക്കിവിടെ നിന്നും ഉണ്ടാകും. നൂറ്റാണ്ടുകൾ മാറുന്നതനുസരിച്ച് ആയുധങ്ങൾക്കുണ്ടായ രൂപമാറ്റം നമുക്കിവിടെ കാണാൻ കഴിയും. മൃഗങ്ങളെ വേട്ടയാടാൻ വേണ്ടിയും കൃഷിക്കും വേണ്ടിയായിരുന്നു ആദ്യം ആയുധങ്ങൾ ഉപയോഗിച്ചിരുന്നത്. പിന്നീട് സ്വയം രക്ഷയ്ക്ക് വേണ്ടി ആയുധങ്ങളുടെ മാറ്റം വരുത്തിയിട്ടുണ്ട്. കേരളത്തിന് പുറത്തു നിന്നും ഒരുപാട് ആളുകൾ മ്യൂസിയം കാണാൻ വേണ്ടി എത്തുന്നുണ്ട്. അവർക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ ഇംഗ്ലീഷിലും എല്ലാ വിവരങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരുപാട് അറിവുകൾ സമ്മാനിക്കുന്ന ഈ മ്യൂസിയം കൊല്ലം ജില്ലയിലാണെങ്കിലും കൊല്ലം ജില്ലയിലെ വളരെ ചുരുക്കം ആളുകൾ മാത്രമേ ഈ മ്യൂസിയം സന്ദർശിച്ചിട്ടുള്ളൂ. മ്യൂസിയം സന്ദർശിച്ച ആളെന്ന നിലയിൽ എനിക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റിയ കാര്യങ്ങൾ എന്ന് പറയുന്നത്, കുറച്ചുകൂടി ശ്രദ്ധ ഇവിടുത്തെ ജീവനക്കാർ സന്ദർശകരോട് കാണിക്കണം എന്നാണ്. കാരണം ഇവിടെ വരുന്ന ആളുകൾക്ക് ഇത് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു ഗൈഡ് വളരെ അത്യാവശ്യമായിട്ട് ഇവിടെ വേണം. കുറച്ചുകൂടി ജീവനക്കാരെ മ്യൂസിയത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ വരുന്ന സന്ദർശകർക്ക് കുറച്ചുകൂടി ഗൈഡ് കിട്ടും. അത് നല്ലൊരു പോസിറ്റീവ് ആയിരിക്കും. എല്ലാ പ്രായക്കാർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഇവിടെ കാഴ്ചകൾ ഒരുക്കിയിരിക്കുന്നത്. വൈകുന്നേരങ്ങളിലെല്ലാം ഫാമിലി ആയിട്ട് വന്ന് കാണുവാനും അല്പനേരം വിശ്രമിക്കാനും പറ്റിയൊരു സ്ഥലം കൂടിയാണ്. കൂടുതൽ ആളുകളും മാപ്പിന്റെ സഹായത്തോടു കൂടിയാണ് ഈ മ്യൂസിയത്തിലേക്ക് എത്തുന്നത്. കുളത്തുപുഴ ഫോറസ്റ്റ് മ്യൂസിയം എന്ന് മാപ്പിൽ കൊടുത്താൽ മാത്രം മതി, ഷോർട്ട് കട്ടിലൂടെ നമുക്കിവിടെ എത്താനാകും. ഞങ്ങൾ മ്യൂസിയം സന്ദർശിച്ചപ്പോൾ വളരെ തിരക്കായിരുന്നു. അതുകൊണ്ട് തന്നെ ജീവനക്കാരും വളരെ ബിസിയായിരുന്നു. കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാൻ പറ്റിയില്ല. പക്ഷേ നമ്മൾ അല്പനേരം മനസ്സിരുത്തി ചിന്തിച്ചാൽ മാത്രമേ ഓരോ കാഴ്ചകളും അതിന് പിന്നിലുള്ള കഥകളും എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. തീർച്ചയായും ഒരു അല്പസമയം മാറ്റി വെക്കുകയാണെങ്കിൽ ഇതിനെപ്പറ്റി കൂടുതൽ നമുക്ക് പഠിക്കുവാനും വലിയൊരു അറിവ് നമുക്ക് നേടുവാനും സാധിക്കും. ഇവിടുത്തെ കാഴ്ചകൾ നേരിട്ട് വന്ന് കണ്ടിട്ടുള്ളവർ അഭിപ്രായം പറയുക. കാരണം ചിലർക്ക് കൂടുതൽ അറിവുകൾ ഇവിടെ നിന്ന് ലഭിച്ചു കാണും. ഇവിടുത്തെ അഭിപ്രായങ്ങളും വിവരങ്ങളും കമന്റിലൂടെ പങ്കുവെക്കുക. കുട്ടികൾക്കുള്ള പാർക്കും പ്ലേ ഗ്രൗണ്ടും ക്യാൻറ്റീനും എല്ലാ സൗകര്യവും ഇവിടെയുണ്ട്. അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾ സന്ദർശിക്കുക. അതുപോലെ തന്നെ സ്കൂളുകളിൽ നിന്നും കുട്ടികളെ ഇവിടെ കൊണ്ടുവരികയാണെങ്കിൽ അവർക്ക് നല്ല രീതിയിൽ കാടിനെ പറ്റി പഠിക്കുവാനാകും. ഫോറസ്റ്റ് മ്യൂസിയം കൊല്ലം ജില്ലയിലെ കുളത്തുപുഴയിലാണ്. അപ്പോൾ എല്ലാവരും സന്ദർശിക്കുക. വളരെ മനോഹരമായ കാഴ്ചയാണ്. പച്ചില ന്യൂസ്, കുന്നിക്കോട്.